കെഎസ്ഇബി സോളാർ അഴിമതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ്. പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസ് എസ്പിക്ക് റിപ്പോർട്ട് കൈമാറി. പാതിവഴിയിൽ നിലച്ച പദ്ധതിയിൽ കാസർഗോഡ്, കോട്ടയം ജില്ലകളിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നത്. വിനേഷ് കുമാർ വിശദാംശങ്ങളുമായി. വിനേഷ്, വിവരങ്ങൾ. അനുജ, കെഎസ്ഇബിയിലെ വിജിലൻസ് കേസ്, കെഎസ്ഇബിയിലെ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ്, അതിന്റെ ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തിയത്. അതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് സെൻട്രൽ വിജിലൻസ് ആണ് ഇപ്പോൾ, സെൻട്രൽ എസ് പിക്കാണ് ഇപ്പോൾ വിജിലൻസ് ഇത് കൈമാറിയിട്ടുള്ളത്. അതായത് എറണാകുളം സെൻട്രലിനാണ് കൈമാറിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത് 2016 കെഎസ്ഇബിയുടെ സോളാർ പദ്ധതി വരുന്നത്. ഇത് കാസർഗോഡ് ജില്ലയിലെ മൈലാടിയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരുമായിരുന്നു. പക്ഷേ പദ്ധതിക്ക് വേണ്ടി ഇതിനകം തന്നെ 4,06,00,000 രൂപ ചെലവഴിച്ചെങ്കിലും പദ്ധതി എവിടെയും എത്തിയില്ല. അതിൽ 2,58,00,000 രൂപ ചെലവഴിച്ചിരിക്കുന്നത് ഈ ഏറ്റുമാനൂരാണ്. ബാക്കി വരുന്ന തുകയാണ് കാസർഗോഡ് ജില്ലയിലെ മൈലാടിയിൽ ചെലവഴിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രവർത്തകനായ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വിജിലൻസ് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുജ, കെഎസ്ഇബി സോളാർ ഇടപാടിലാണ്, അഴിമതിയിലാണ് പ്രാഥമിക അന്വേഷണം വിജിലൻസ് പൂർത്തിയാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.